എല്ലാവർക്കും ഒരു ഡൗട്ടാണ്, നമ്മുടെ മാഗ്ന നമ്മുടെ ഡാൻറ്റനെ ഡിഫീറ്റ് ചെയ്തതോടുകൂടി നമ്മുടെ യാമിനെ സർപ്പാസ് ചെയ്തു, അല്ലെങ്കിൽ മറ്റുള്ള ക്യാപ്റ്റൻസിനെയൊക്കെ സർപ്പാസ് ചെയ്തു എന്ന്. പക്ഷേങ്കിൽ റിയാലിറ്റി അങ്ങനെയല്ല. നമുക്കറിയാം നമ്മുടെ മാഗ്നയുടെ എനർജി അല്ലെങ്കിൽ മാണ വളരെ വീക്കാണെന്നല്ല, മറ്റുള്ളവരെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ മാഗ്നയ്ക്ക് മാണ വളരെ കുറവാണ്. പക്ഷേങ്കിൽ നമ്മുടെ ഡാൻറ്റനെ നമ്മുടെ മാഗ്നയാണ് മാഗയിൽ ഡിഫീറ്റ് ചെയ്യുന്നത്. ഡാൻറ്റെ 80% പവറിലുള്ളപ്പോൾ നമ്മുടെ യാമിക്ക് ആസ്റ്റയും ചേർന്നാണ് നമ്മുടെ ഡാൻറ്റേനെ ഡിഫീറ്റ് ചെയ്യുന്നത്. എന്നാൽ 100% പവറിലുള്ള നമ്മുടെ ഡാൻറ്റേനെയാണ് മാഗ്ന ഒറ്റയ്ക്ക് ഡിഫീറ്റ് ചെയ്യുന്നത്. പക്ഷേങ്കിൽ ഇതിനർത്ഥം നമ്മുടെ മാഗ്ന നമ്മുടെ യാമിനെ അതുപോലെ തന്നെ മറ്റുള്ള ക്യാപ്റ്റൻസിനെ സർപ്പാസ് ചെയ്തെന്നല്ല. ഇതിന് നമ്മുടെ സോറയാണ് നമ്മുടെ മാഗ്നയെ സഹായിച്ചത്. സോറ നമ്മുടെ മാഗ്നയ്ക്ക് സോൾ ചെയിൻ ഡെത്ത് മാച്ച് എന്ന് പറയുന്ന ഒരു പുതിയ സ്പെല്ല് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഒരു സ്പെല്ല് വെച്ച് നമ്മുടെ മാഗ്ന ആർക്കെതിരെയാണോ ഇത് യൂസ് ചെയ്യുന്നത് അയാളുടെ സോളും അതുപോലെ തന്നെ നമ്മുടെ മാഗ്നയുടെ സോളും തമ്മിൽ കണക്റ്റഡ് ആവും. എന്നിട്ട് മാഗ്നയ്ക്ക് എത്രയാണോ മാന ഉള്ളത് അതേ സെയിം ലെവലിലേക്ക് തൻ്റെ ഓപ്പണൻറ്റിനെ നമ്മുടെ മാഗ്നയ്ക്ക് കൊണ്ടുവരാൻ പറ്റും. പക്ഷേങ്കിൽ ഇത് സാധ്യമാകണമെങ്കിൽ നമ്മുടെ മാഗ്നയ്ക്ക് തൻ്റെ ഓപ്പണൻറ്റിനെ തൻ്റെ ഫയർ ബോൾ കൊണ്ട് ഫിസിക്കലി ഒന്ന് ഹിറ്റ് ചെയ്യണം, എന്നാലും മാത്രമേ ഇത് പറ്റൂ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ മാഗ്ന നമ്മുടെ ഡാൻറ്റേനെ ഡിഫീറ്റ് ചെയ്യുന്നത്. ഈ ഒരു ട്രിക്ക് വെച്ച് നമ്മുടെ മാഗ്നയ്ക്ക് ആരെ വേണമെങ്കിലും ഡിഫീറ്റ് ചെയ്യാൻ പറ്റും. സോ നിങ്ങളൊന്നും വിചാരിച്ചതുപോലെ മാഗ്ന ആരെ സർപ്പാസ് ഒന്നും ചെയ്യുന്നില്ല. പക്ഷേ മാഗ്നയുടെ കയ്യിൽ ഒരു അൾട്ടിമേറ്റ് മൂവ് ഉണ്ട്. ഇത് വെച്ച് ആരെ വേണമെങ്കിലും നമ്മുടെ മാഗ്നയെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റും. സോ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. വീഡിയോ ഇൻഫോർമേറ്റീവ് ആയെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ സെറ്റ് ചെയ്ത് നോക്കാം. മറ്റൊരു സംബന്ധിച്ചിടയിൽ ബൈ.